സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ അതീവ ഗുരുതരാവസ്ഥയിൽ. ഹൃദയാഘാതമെന്ന മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയിരുന്നു. വിദഗ്ധ സംഘം എം ടിയെ നിരീക്ഷിച്ചു വരികയാണ്. ശ്വാസതടസ്സത്തെ തുടർന്നാണ് എം ടിയെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പ്രവേശിപ്പിച്ചത്. സാഹിത്യകാരൻ എം എൻ കാരശ്ശേരി, സംവിധായകൻ ഹരിഹരൻ, മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ, മുഹമ്മദ് റിയാസ്, ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള തുടങ്ങിയവർ എം ടിയെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേർന്നുണ്ട്. മിഥുൻ, എന്താണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നാണ് ആരോഗ്യ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 5 ദിവസമായി എം ടി വാസുദേവൻ നായർ ഈ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ശ്വസന സംബന്ധമായ ഒരു ബുദ്ധിമുട്ടിനെ തുടർന്നാണ് എം ടി കഴിഞ്ഞ 15-ാം തീയതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ ഓരോ ഘട്ടം കഴിയുന്തോറും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കൂടുതൽ വഷളാവുന്ന തരത്തിലേക്ക് തന്നെയായിരുന്നു കാര്യങ്ങൾ പോയത്. കഴിഞ്ഞ ദിവസം രാത്രി രക്തസമ്മർദ്ദം അടക്കം ഉണ്ടാവുകയും അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാവുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ ഡോക്ടർമാരെ നിയോഗിച്ചുകൊണ്ട് കൃത്യമായ പരിശോധനകൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ മുന്നോട്ട് പോകുന്നത്. വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു സംഘം എം ടി വാസുദേവൻ നായരെ ഇപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിലും ഇതുവരെയായിട്ടും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ഒരു കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതേസമയം ഈ ചികിത്സയിൽ കഴിയുന്ന അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭരായ ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിക്കാനുമായി ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അടക്കമുള്ള പ്രമുഖരായ ആളുകളൊക്കെ തന്നെ ആശുപത്രിയിൽ എത്തുകയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ അദ്ദേഹം ആരോഗ്യസ്ഥിതി വീണ്ടെടുത്ത് ആശുപത്രിയിൽ നിന്ന് ഉടൻ തന്നെ മടങ്ങി വരുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഏവരും മുന്നോട്ട് വയ്ക്കുന്നത്. വിഷ്ണു. മിഥുൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാഹിത്യ ലോകവും കേരളം, സാംസ്കാരിക രാഷ്ട്രീയ കേരളം ഒക്കെ തന്നെയും പ്രാർത്ഥനകളോടുകൂടി തന്നെയാണ് ഉള്ളത്. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ, സുഖം പ്രാപിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനകൾ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം എടുത്തു പറയേണ്ടത്, നിരവധി ആളുകളാണ് അദ്ദേഹത്തെ കാണാനായി ആശുപത്രിയിൽ എത്തിച്ചേർന്നത്. ഏറ്റവും അവസാനമായി ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള എത്തിയിരുന്നു. അദ്ദേഹവും വളരെ നേരം അദ്ദേഹം ആശുപത്രിയിൽ ചെലവഴിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ പിന്നീട് ആശുപത്രിയിൽ നിന്നും മടങ്ങിയത്. അദ്ദേഹവും സൂചിപ്പിച്ച കാര്യം ഇത് തന്നെയാണ്. എം ടിക്ക് വേണ്ടി അതിയായ രീതിയിൽ പ്രാർത്ഥിക്കുന്നു, വൈകാരികമായ ഒരു ആത്മബന്ധമാണ് തനിക്കുള്ളതെന്നുള്ള ഒരു പ്രതികരണം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ നിരവധി ആളുകൾ ഇനിയും ആശുപത്രിയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യവും അല്ലേ ഉള്ളത്? തീർച്ചയായും വരും മണിക്കൂറുകളിലും ആ ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭരായ ആളുകളൊക്കെ തന്നെ ഈ ആശുപത്രിയിൽ എത്തുകയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് അന്വേഷിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. എം ടിക്ക് ഏറെ നാളായി ഒരു ശ്വാസകോശ സംബന്ധമായ അസുഖം അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അത് മൂർച്ഛിക്കുകയും കഴിഞ്ഞ 15-ാം തീയതി അദ്ദേഹത്തെ ആശുപത്രിയിൽ ഇവിടെ പ്രവേശിപ്പിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ കഴിഞ്ഞ 5 ദിവസത്തെ ചികിത്സയിലും ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം. മലയാള സാഹിത്യ ലോകം ഒന്നാകെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ആരോഗ്യനില കൂടുതൽ വഷളാവുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് ആശുപത്രി ഇറക്കിയ മെഡിക്കൽ ബുള്ളറ്റിലും ഈ ഒരു ഗുരുതരാവസ്ഥയെ സംബന്ധിച്ച് കൃത്യമായി പറയുന്നുണ്ട്. ഏതായാലും സാമൂഹ്യ രാഷ്ട്രീയ സാഹിത്യ രംഗത്തെ ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തെ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിലും അത്തരത്തിലൊരു കാഴ്ച തന്നെയായിരിക്കും നമുക്ക് ആശുപത്രിയിൽ നിന്ന് കാണാനാവുക. ഏതായാലും ഏവരും അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവിനായി പ്രാർത്ഥിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിഷ്ണു. ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.